നോക്കിയേ സൂപ്പറായിട്ട് വന്നിട്ടില്ലേ? ഇത് കാട്ടുകുതിരയാണ് കേട്ടാ, കാട്ടുകുതിര. കുതിര മയില് നമ്മുടെ കീനാട്ടാ. നല്ല മധുരമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഒരു ആനയുടെ പോലെ ഇല്ലേ ഇങ്ങനെ നിക്കണ കാണും. വെരി സിമ്പിൾ, നോട്ട് ടു മച്ച് സ്പൈസസ്, ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഗരം മസാല. ഗേർനാട് എന്ന് പറഞ്ഞിട്ടുള്ള മീനാട്ടാ. റെഡി the KFC head, right? Say thank you for the tummy loss. Can you see me? Hey, Look at me. ശരിക്കും പോയിട്ടോ? I lost it 8 kilos. I lost it 8 kilos. Lost it. That's very good. Lost it. You're a bastard. ഇവരുടെ ഈ ബീച്ച് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ കണ്ട എന്താ അടിപൊളിയാന്ന് നോക്കി. ആവിക്കാശ് അവിടെ നിന്നിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ അകത്ത് കുറച്ച് ഡാർക്കാണ് കേട്ടോ, പക്ഷെ പുറത്തേക്കുള്ള വ്യൂ, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ കടൽ, കുറേ മരങ്ങൾ, എന്ത് സെറ്റപ്പാ. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നോ ഇൻ്റർനെറ്റ്, ദാറ്റ്സ് ഗുഡ്, യു ഡോണ്ട് നീഡ് ഇൻ്റർനെറ്റ്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് സൈഡ് കണ്ട അവിടെ നിന്ന് വലിയൊരു കുഴിയാണ്, നിറച്ച് മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇറക്കപ്പച്ചൻ അവിടെ ഇരുന്നിട്ട് ഈവനിങ് കാറ്റ് കൊള്ളുകയാണ്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ നല്ല വ്യൂ ആട്ടോ ഈ ഹൗസിൻ്റെ, കിട്ടുക്കൻ വ്യൂ ആണ്. അണ്ണ യു ക്യാൻ സ്പെൻഡ് ഓൾ ഡേ ഹിയർ സിറ്റിംഗ് ഈറ്റിംഗ് ഡ്രിങ്കിങ്. അണ്ണ ബിരിയാണിക്കുള്ള തക്കാളിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മീൻ നമ്മുടെ അപ്പച്ചൻ നല്ല സൂപ്പർ കഴിഞ്ഞ ആഴ്ച പിടിച്ചിട്ടുള്ള മീൻ ഒരു 3 പീസ് ഇവിടെ സ്മോക്ക് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് ബിരിയാണിക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് ഈച്ചയാണ്. ഇവിടെ 2 കള്ളന്മാർ പുറത്ത് വെറുതെ തగ్గടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് കൊണ്ടു കൊടുക്കട്ടെ. അവിടെ ഇരുന്നിട്ട് മീൻ അരിയട്ടാ. Not the smoked one. Why? What you gonna use the smoked one for fish biryani? What the heck? Yeah, of course you need to help. You only help with eating. നമ്മുടെ ബിരിയാണിക്കുള്ള ഉള്ളി വറക്കുക കേട്ടോ. തീ കുറച്ച് പതുക്കെ ആവുള്ളൂ. ഇവിടെ നല്ലൊരു ജനാലി ഉണ്ട്. ജനാലയുടെ ഉള്ളിൽ കൂടെ നല്ല രസം, ചുമപ്പില്ലേ, ഒരു ജാപ്പനീസ് സ്റ്റൈലൊക്കെ ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിൻഡോ ഇഷ്ടമാണ്? എനിക്ക് വിൻഡോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒനിയലിൻ്റെ കൂട്ടത്തിൽ ഗോവയിൽ പോയപ്പോൾ അവിടുത്തെ വിൻഡോസ്, കൊച്ചിയിലുള്ള കുറേ വിൻഡോസ്, കുറേ സ്പെഷ്യാലിറ്റി വിൻഡോസുകളില്ലേ. ഒരു പെണ്ണിൻ്റെ 3 വിരൽ പോലെ ഇല്ലേ ഇങ്ങനെ, ആ മുകളിലെ പൂവിൻ്റെ സാധനം, അതിൻ്റെ മുകളിൽ ഒരു ചുമന്ന ജാപ്പനീസ് സൂര്യൻ. എന്തൊക്കെ വെറുതെ വിൻഡോ നോക്കിയിട്ട് വീഡിയോ ഉണ്ടാക്കുക. എന്താ പരിപാടി? വെറുതെ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കി ജീവിക്കണ്ടേ? നാണണ്ടാ എന്താ? ഞാൻ എന്നോട് ചോദിക്കുക, നീയും തക്കടിക്കാൻ പിടിച്ചില്ല പാമ്പൻ്റെ കൂട്ട് ചെറുതായിട്ട്. അധികം തക്കടിക്കാൻ കേട്ടോ, നിന്നെ വീഡിയോ ഒന്ന് പുറത്തേക്ക് എടുത്തിടും. ആഹാ, അന്ത പയർ കിട്ടും. നമ്മുടെ റെഗുലർ റെസിപ്പി തന്നെയാണ് കേട്ടോ, ടൊമാറ്റോസ്. അപ്പച്ചന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതാ യു ബീൻ കോപ്പിങ് ദ റെസിപ്പി ഫോർ ലാസ്റ്റ് 5 years. Didn't copy it yet. I think you're not good at copying. See, that's why you learn to learn in India. We copy heaps at the school. You know, we call copyadi. Bolo, copyadi bolo. How's the brain go? Oh, I thought you were going to act in the movie Gajini. Manjanikombil. Yeah. It's getting ready. It's all right. തീയില്ലാണ്ട് കേട്ടോ, ഞാൻ തീ ഒന്ന് അഡ്ജസ്റ്റ് ആക്കട്ടെ. Steam train है India steam train. അടുപ്പ് ഇന്ത്യയിലെ അടുപ്പ് എന്ന് പറയും. You know that? അടുപ്പ്. It's അടുപ്പ്. You see അടുപ്പ്.
अभी ये मसाला छोड़ना है. पूरा. I'll tell you what it is. Yeah. This is ginger, garlic, green chili and little bit of a tomato and oil all together. Mix है वो. Like a ginger garlic paste जैसा. हाँ वो छोड़ो उसमें. Pura. हाँ पूरा ही पूरा छोड़ो. That's the one brother. That's the one. Beautiful looking. അത് വീട്ടിൽ നിന്ന് അരച്ചുകൊണ്ടെന്നാട്ടോ ഇവിടെ വെച്ചിട്ട് അരയ്ക്കാനും പിടിക്കാനൊക്കെ കറണ്ട് ഇല്ല ഇവിടെ അതാണ് പ്രശ്നം. Pani mangi pani. हाँ पानी नहीं मांगे. We can add. Beautiful. Now the fried onions. You know the fried onions? हैं? वो छोड़ो उसमें. Don't you use to garnish it? Yeah, you can use a little bit for the garnish, but Thora bachi. eh? Thora bachi. Yeah, that would do. Beautiful. Okay, mix, mix, mix. Navin, tell us, where is this fellow from? And what language is talking in? Now this is the masala you need to put. Ikon masala. Garam masala and haldi. That's it. You can add the whole lot. Yo, how is it? Nice, eh? Very nice. Then add the fish and don't cook the fish yet. Okay, we need to cook the rice. After that, we cook the fish. Okay. Don't just coat it. Abhi just fold it and we need to put it away. That's it. वो तो पक जी थोड़ा देर में. Beautiful. Now you can add the fish. So it's just like a curry, But no curry powder, no dhania, no chili. just put it and then coat it and take it out. Don't cook it any further. Okay? निकाल दे. Nigaldi and put the salt, that's it. And when we put the biryani, we make it, okay? Fish ശരിയായി. ഡയറക്കപ്പച്ചൻ വീണ്ടും നമ്മുടെ മീൻ ശരിയാക്കുന്നുണ്ടാ പച്ചക്കടിക്കാനായിട്ട്. രണ്ടാൾ വട്ടളഞ്ഞ് നോക്കിയിരിക്കുന്നുണ്ട് കുരങ്ങ് ചിത്രത്തിലിരിക്കുന്ന പോലെ. ഇനി ഇത് കഴിക്കേണ്ടി വരും വെച്ചിട്ടുണ്ട് ഇനോണി. See all the oysters growing on the bottom of his boat down there? Yeah, heaps. Full of oysters. I think we're getting addicted to this raw fish. You know how to cook the biryani rice? नहीं बात करेगा. Put the pressure cooker there. Do we have rice or? Oh yes, I got the special rice from. You remember that rice, very tiny rice we cooked on that day? Short grain. We got that's not a short grain. That is called one of the unique rice you get it over there. Yeah, oil time, Anna. We only use olivani pure. Yeah, Olive oil. oil. Yeah, and some of my ghee. Yeah, that would do. Thank you, sir. Yeah. ഇനി നമ്മുടെ അരിക്കുള്ള സ്പൈസസ് കേട്ടോ. What is it? That's all, whole spices. Some khada masala. നമ്മുടെ പാൻഡാൻ ലീവ്സും ബേ ലീവ്സും കുറച്ച് കറി ലീവ്സും ആണ് കേട്ടോ ഇത്. ഇതാണോ യെല്ലോ? യാ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിട്ടുള്ള ലിറ്റിൽ മോ. യാ ബ്യൂട്ടിഫുൾ. ഓ നൈസ് ഫ്ലേവർ ആണ്. What fish? That's a kingfish last time. Whoa. Yeah, I'll show you. Oh, ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു. Let there be light. I was like, man, this should have been done earlier. Okay, now it's all right. Still, You know what? put some rice in. Hey, हमारा शुरू हो गया. Therapist. ഇനി കുറച്ച് നമ്മുടെ ഉപ്പ്. ഇനി നമ്മുടെ മീനിൽ കുറച്ച് നാരങ്ങ ഒഴിക്കുന്നുണ്ടോ 2 എണ്ണം. And fold it nicely, beautiful. How do you fold it? No, I mean like fold. tissue paper. Chalao. Fold എന്ന് പറഞ്ഞ ഭൂമി വിചാരിച്ച ടിഷ്യൂ പേപ്പറിൽ പൊതിയാനാന്ന്. No. I thought you meant fold like a kapda fold karo. No. This is folding? Yeah. It's called chalao. ചലാവ്. ഇതേ നമ്മുടെ റൈസ് റെഡി ആയിട്ട് വരുന്നുണ്ടാ. Yeah, squeeze 1 lime in. Oh, nice. And mix it. Oh, beautiful. അരി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ദം ചെയ്യണേ. Pressure cooker. പ്രഷർ കുക്കറിനെ കറി ചോടോ ഞാൻ സ്ലൈഡ് മൈ. ഇതേ നമ്മുടെ കുക്കറിൽ വന്നിട്ടുണ്ട് കേട്ടാ. 3/4 വെന്തിട്ടുള്ള അരി ആണ് കേട്ടാ നമ്മൾ ഇടണേ. And some onions. Yeah, onions. Yeah, this fellow washes his hands? Yeah, of course. Don't ask questions. Don't ask stupid questions. Charlie. Don't mix it. Biryani, you don't mix it. Yeah, that's it. And close the cooker. That's it കേട്ടാ. ഓക്കെ ഇനി ഒറ്റ വിസില് പരിപാടി കഴിഞ്ഞു. We could go for a walk and I can show you around some of the property. Yeah. Would you be keen on that? Oh yeah, of course I am. ഇവിടെ നമ്മുടെ കാട്ടുമൂരി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ സൈഡിൽ കാട്ടുമൂരി ഉണ്ട്. ഇനിയൊരു തവണ വന്നു കഴിഞ്ഞാൽ കാട്ടുമൂരി ഇവനല്ല കാട്ടുമൂരിനെ വെടിവെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി വോക്കാന്ന് പറഞ്ഞത്. ഇതേ ഇപ്പുറത്ത് കടലിൻ്റെ ഇൻലെറ്റ് ഇതിങ്ങനെ പോണു. നമ്മൾ ആ കയറി വന്ന വഴിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടന്നു പോണു. ഹണ്ടിന് പോണ പോലെ. പുള്ളി തോക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയില്ലായിരുന്നു ഇവിടെ വൈൽഡ് പുള്ളിയുള്ള കാര്യം. ഒരു സൈഡിൽ കടല് ഒരു സൈഡിൽ കാട് എന്തൊക്കെ കാണണല്ലേ. ബ്യൂട്ടിഫുൾ. മൂരി ഉണ്ടെന്ന് പറഞ്ഞ ഇവിടെ. അതേ മൂരിയുടെ ചാണം കെടുക്കുന്നുണ്ടാ. കണ്ട ഇവിടെ കേടുക്കുന്നുണ്ട്. അപ്പച്ചൻ പറഞ്ഞത് ഇവിടെ കാട്ടുകുതിര ഉണ്ടെന്നാട്ടാ. പാപ്പനെയും കൊണ്ടുവന്ന് വന്നിട്ട് നമുക്ക് പട്ടയ്ക്കാം. ഇത് കണ്ട ഹോഴ്സിൻ്റെ ചാണകം കണ്ട. Fresh wild horse. കണ്ട വൈൽഡ് ഹോഴ്സിൻ്റെ ചാണകം കിടക്കുന്നേ.
ഇത് പെട്ടച്ചിട്ടുള്ള കയറുള്ളൂ ഇനി ന്യൂസിലാൻഡിലെ ലിസ്റ്റിൽ കയറാൻ ഇനി കുതിരയൂണിയെ ബാക്കിയുള്ളൂ ഇനി കുതിരയൂണിയെ അടിച്ചിട്ടുള്ള കയറുള്ളത്. അപ്പച്ചന് സന്തോഷമായി. അപ്പച്ചൻ പറഞ്ഞു ഇവിടെ ആർക്കും മീറ്റ് വേണ്ടാത്ത കാരണം നമ്മളെല്ലാം തിന്നുമല്ലോ, നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. പാപ്പാ നീ വലുത് അറിയണ്ട, ഇവിടെ കുതിരയുണ്ടെന്ന്. അവിടെ ഒരു വൈൽഡ് ഹോഴ്സ് നിൽക്കണ്ടെന്നാണ്. അതെ അവിടെ നിൽക്കണ്ട. Quite a lot of wild horses. ഇവിടെ കുറേ ഉണ്ടെന്ന് പറഞ്ഞു അപ്പച്ചൻ. ദേ കിടുക്കെന്ന് പറഞ്ഞു, നല്ല വലുതാട്ടോ. Actually they not that scared. Oh, there's another one. There's another one. The other one behind the tree there. Oh, he's looking at us. പുള്ളി നമ്മളെ നോക്കുന്നുണ്ടോ, മിക്കവാറും പോടും. A few stallions that chase you, so you got to be careful. Oh, yeah. Oh, സ്റ്റാലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൺകുതിര നമ്മൾ തന്നെ ഓടിയെത്തുമെന്ന് പറയണത്. ഇവിടെ നിൽക്കുന്നത് അത് മുട്ടനാകാൻ. ഓ, ഹീസ് എ ബിഗ് വൺ അണ്ണാ. ദിസ് വൺ ഹീസ് എ ബിഗ് വൺ. അവനടിക്കാൻ നമുക്ക്. ഓ ഹീസ് കമ്മിങ്. Come over closer to the bush. ഹീസ് കമ്മിങ്. ദേവൻ നമ്മളെ ഇടിക്കാൻ. നല്ല പൊളി. ഓ നല്ല ധൈര്യ. ഇതിനെങ്ങനെയാ വിടിയിക്കാൻ വരിക? നല്ല ചവിട്ട് കിട്ടേ, നല്ല ചവിട്ട് കിട്ടേ. ഇതാകുമ്പേ അവിടുന്ന് പുള്ളി ഓളിട്ടിട്ട് വന്നേ. ഇഷ്ടപ്പെട്ടില്ല ആൾക്ക്. അപ്പച്ചന്മാർ അതിൻ്റെ ഉള്ളിൽ കയറി വിളിച്ചു. ഇവിടെ ഈ മരത്തുള്ള കാരണം രക്ഷപ്പെട്ടു വെച്ചേക്കളെ. ഈ മരത്തിന്റെ ഉള്ളിലേക്ക് കയറി ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല തോന്നണേ. ക്വയറ്റ്ലി. അപ്പച്ചൻ പറഞ്ഞത് കറക്റ്റാ. മതിൽ ചേർന്ന് പോവാം. കലിപ്പം സാധനാ, എങ്ങനെ അടിക്കുക പോ. അവികാശനൊക്കെ പെട്ടെന്ന് ധൈര്യം വന്നു കേട്ടോ. Sometimes these stallions Yeah. are really quite dangerous. You've got to go behind a tree. Yeah. But they seem quite quiet at the moment. I don't know why. Is it a male and a female? I don't know. ഇത് കാട്ടുകുതിരയാണ് കേട്ടോ, കാട്ടുകുതിര. അപ്പച്ചൻ്റെ മക്കഡമിയ ഫാമാണ് കേട്ടോ ഇത്. ഫാമല്ല, ഇവർക്ക് വീട്ടിലുള്ള കുറച്ച് ചെടിയൊക്കെ കണ്ട. നമുക്ക് അതിൻ്റെ മുകളിൽ വല്ല മക്കഡമിയ ഉണ്ടോ എന്ന് നോക്കാം. മക്കഡമിയ ഉണ്ടാക്കണം നോക്കണം. നേരത്തെ ഇടയ്ക്ക് തിരിഞ്ഞിട്ട് ഇവറ്റങ്ങൾ നമ്മളെ പിന്നാലെ വരുന്നുണ്ടോയെന്നും കൂടി നോക്കണം. ഇല്ലെങ്കിൽ കുണ്ടിക്കുള്ള ഗുണ്ടിരിക്കുമ്പോൾ അമ്മ എന്ന് പറയേണ്ടി വരും. സ്റ്റിൽ അവൻ നോക്കുക കേട്ടോ നമ്മളെ. നിന്നെ അടിക്കോടാ ഞാൻ, പാപ്പനെ കൊണ്ടുവന്ന് നിന്നെ അടിച്ചിരിക്കും കണ്ടോ. നീ നമ്മളെ കുത്താൻ വന്നവനാ. ഓ ഓടി വരുന്നുണ്ട് അവിടെ നിന്ന്. ഇതൊക്കെ ടോസ് യു അപ്പേ. മക്കഡമിയ കണ്ടുണ്ടായിക്കണേ പച്ച. കലിച്ചിട്ട് വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പല ഹണ്ടിനും പോയിട്ടുണ്ട്. ഇങ്ങനെ പേടിച്ചോടിയിട്ടുള്ള കുതിര മയില്. ഞാനാ മരത്തിൻ്റെ മുകളിൽ ബിരിയാണി തിന്നാൻ ആളുണ്ടാവില്ലായിരുന്നു. പണ്ടേരെ മൂടി തരാടിക്കാൻ രക്ഷപ്പെട്ട് ഞാൻ മരത്തിൻ്റെ മുകളിലെത്തി. കുതിരയുടെ ചവിട്ട് കൊണ്ട ചാവുണ്ടാവില്ല, അരയും. കൊറണണ്ടാ അവൻ അവിടെ നിന്ന് നമ്മളെന്നെ എന്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിപ്പിച്ചവൻ. പാപ്പാ എന്നെ പേടിപ്പിച്ചറാ പാപ്പാ. നമുക്ക് ഇവനോട് പകരം ചോദിക്കണ്ടേ? എന്താ ധൈര്യല്ലേ മക്കടമ്മി. ഇഷ്ടം പൊടി വൈൽഡ് മൂരി കിട്ടും. ഇവിടെ കാല് നോക്കി ചവിട്ടി മറച്ചേക്കണം. എന്താ നോക്കി അപ്പച്ചൻ പറയണേ, സാധാരണ ഇവിടേക്കൊന്നും ഇറങ്ങി വരാറുണ്ടായിരുന്നില്ല മൂരികളെന്ന് പറഞ്ഞ്. ഇങ്ങനെ പോണ വഴിക്കുണ്ടല്ല, ഈ വഴി കൂടെ ഇങ്ങോട്ട് പറഞ്ഞാൽ ഓടി വന്നാൽ തീർന്നുട്ടാ. നീനോണിയേ ഒരു മണി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നിറച്ച് കാട്ടുമൂരിയും അതുപോലെ തന്നെ നിറച്ച് കാട്ടുകുതിരയുള്ള സ്ഥലം കേട്ടോ. പടയ്ക്കാം കാട്ടുകുതിര എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എപ്പിസോഡ് ഇറക്കാൻ പറ്റും. കാട്ടുകുതിര ഇനി ഇവരുടെ മറ്റൊരു തോട്ടാണ് കേട്ടോ ഇത്. ഇവിടെ ആപ്പിൾ നിൽക്കുന്നുണ്ട്, വാഴ നിൽക്കുന്നുണ്ട്, അവക്കാഡോസ് നിൽക്കുന്നുണ്ട്, ഫീജോവാസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ. ആപ്പിളിൻ്റെ മുകളിൽ ആപ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ട് സൂപ്പറായിട്ട്. നല്ലൊരു സൂപ്പർ വാഴ നിൽക്കുന്നുണ്ട്. വാഴയുടെ മുകളിൽ കൊലയുണ്ട്, നല്ല മധുര കേട്ടോ. ചെറിയ കൊലയാണെങ്കിൽ നല്ല മധുര ഇവിടുത്തെ വാഴയുടെ മുകളിലത്തെ. നമ്മുടെ പേരുണ്ട് നിൽക്കണേ. ഇതൊക്കെ ന്യൂസിലാൻഡിലെ റയർ കാഴ്ചകളാണ്. ഈ ഭാഗത്ത് ചൂട് കൂടുതലാണ്, അത് കാരണം നമുക്ക് ഈ പേരൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കണാണ്. നന്നായിട്ട് കായ ഉണ്ടായി വരുന്നുണ്ട് കണ്ട. ഈ പാലത്തിൻ്റെ അടിയിൽ മൊത്തം ഓയിസ്റ്ററാണ് കേട്ടോ. ഈ തൂണ്ടമുള്ളത് നോക്കിയേ കണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ അപ്പച്ചൻ കുറച്ച് പറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. പച്ചക്ക് പൊളി സാധനമാണ്. കണ്ട. Oh, not too bad. Very salty, but not a good time for the creaminess, eh?
It's not that The creamy. water's apparently a bit warm, according to Sam. അത്ര ക്രീമില്ല, ക്രീം കുറവാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് വന്ന് കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല അതേപോലെ ക്രീമില്ല. Try maybe you get another cream one. Look for a cream one, Anna. They're not really fat yet. Yeah, but they're not really fat. They're not too bad. Hey, what a life. Huh? Nice, It's eh? something similar to some. It's something similar. Something similar. Nice and salty. You know what I'm talking about, bro? Yeah, bro. No, I don't know. The bedroom oysters. Oh, this fall. പേടിച്ചിട്ട് നിന്നിരുന്നേ. പക്ഷെ Once you start, you can't റിച്ച്നെസ് ഇല്ല അധികം അല്ലേ? Quite salty, eh? Very salty, not really creamy. This is the best one. അപ്പം ഞാൻ പറഞ്ഞത് അവരുടെ വീട്ടിലേക്ക് പോണ വഴിയാണ് ആ കാണുന്ന കയറിയിട്ട് അങ്ങനെയും പോവാം, ഇവിടെ നിന്ന് ഇങ്ങനെയും പോവാം. അവിടെ ഒരു ബോട്ട് പോലെ സാധനം കിടക്കുന്നില്ലേ, അവിടെ നിന്ന് നമുക്ക് കക്ക പോലത്തെ സാധനങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് പറക്കാമെന്ന് അപ്പച്ചൻ പറഞ്ഞത്. നല്ലൊരു വാലിയാണ്. ഈ വാലിയുടെ അപ്പുറത്താണ് നമ്മൾ കുതിരേനെ കണ്ടത്. അവിടെ പോയിട്ട് നമുക്ക് കോക്കിൾസ് പറക്കാട്ടാ. ഓയിസ്റ്റർ കിടക്കണണ്ട എന്തോരം നമുക്ക് മില്യൺസ് ഓഫ് ഓയിസ്റ്റേഴ്സാണ് ഈ കിടക്കണത്. കോടിക്കണക്കിന് രൂപ വിലയുള്ള സാധനം വെറുതെ കിടക്കുകയാണ്. അപ്പോൾ വെറുതെ കിടക്കുമ്പോൾ വിലയില്ല. കാല് പൂന്നു പോയി, ഗംബൂട്ടിൽ വെച്ചാൽ കാല് മുറിയോടെ. കോക്കിളി പറക്കാൻ വന്ന ആളിപ്പോൾ ക്രോക്സ് പറക്കുന്നുണ്ട് ചെളിക്കകത്ത്. ശരി കേട്ടോ. Can you walk without shoes there? You can't. You can't be lazy. You the one who asked for. എന്ത് കഷ്ടപ്പെട്ട് നടക്കണേ നോക്ക്, നടക്കാൻ പറ്റില്ല. യെസ് അതെ. ഓ ഇസ്റ്ററൊക്കെ ചവിട്ടി പരത്തും. കാല് മുറിയൂട്ടാ. യാ അതിൻ്റെ മുകളിൽ ചവിട്ടി കാല് പൂണിഞ്ഞ് നാലാവും. സ്റ്റിച്ചിട്ടാലൊന്നും നിൽക്കില്ല, അത്ര ഷാർപ്പ് ഓയിസ്റ്ററിൻ്റെ എഡ്ജ്. വോ 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 ബ്രോ, look at that boy, that's the meanest. ഞങ്ങൾ അവിടേക്ക് കോക്കിൾസ് വറക്കാൻ വേണ്ടി പോയതാട്ടാ. ഈ ഗ്യാപ്പിൽ നിറച്ച് ഒരു 6-7 കുതിര നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ചീറി. ഞാൻ ആദ്യം റൗണ്ട് അടിച്ചിട്ട് ഓടി ഇങ്ങോട്ട് പോന്നു. ക്യാമറ എടുത്തിട്ട് അവറ്റണനെ കാണിക്കാൻ നിന്നാൽ പിന്നെ ഞാനും ഉണ്ടാവില്ല അവരും ഉണ്ടാവില്ല. ഇതാ ഈ പണ്ടാരെ കടലിൻ്റെ തീരത്തുണ്ടല്ലോ. കുറ്റിങ്ങൾക്കൊരു സമാധാനമില്ലേ? Far around were they? They just you know where the house is there? Yeah, they're standing right in front of the house. Oh, we might as well just go back, eh? Yeah, better we go back. Why? Hana, horses, wild ones. Okay, you go then. I watch ya. You guys are girls. Yeah, okay. ഇവൻ ഗേൾ അല്ല, ഇവൻ മാനാന്നും പറഞ്ഞിട്ട് പോണ്ട്. ഞാൻ ഒരു ലാശം പിന്നിൽ കേട്ടാ. He's coming. Oh yeah, they're the same ones. They can't bite you. They're the same ones, eh? Yeah, they're the same ones. Avikash is saying he's doing better now. തടി കുറഞ്ഞ കാരണം അവന് നടക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂളായിട്ട്. അപ്പം നമ്മുടെ ചെറിയൊരു ടൂർ കഴിഞ്ഞു. കുതിര കുത്താൻ വന്ന കാരണം കോക്കിൾസ് അധികം പറക്കില്ല കേട്ടാ. ഓക്കെ, പിന്നെ 5 മണിക്ക് നമുക്ക് റമ്മോ ക്ലോക്കും ജിന്നോ ക്ലോക്കാണ്. Never in my life I had dirty feet. 20 years in New Zealand. But you got a dirty mind. Oh, good calf muscles, G. Alex Murthy right there. Good afternoon, sir. Nice sound. All these, the cattle, we didn't see cattle, but all these cattle and the horses, they're all wild. They're all wild. And they're making big damage, especially the horse. You've seen it yourself. To be honest, a nuisance. Nuisance. കുതിര ഇവിടെ ഭയങ്കര ശല്യമെന്നാണ് പറയുന്നത്, ഭയങ്കര ശല്യം. എങ്ങനെയെങ്കിലും ഇവർ തിന്നില്ലല്ലോ, അത് കാരണം ആരടിച്ചാലും പടയ്ക്കാന്നാണ് പറഞ്ഞു. അരുമാമ പറ്റിച്ചു. അരുമാമ കുക്കറിൻ്റെ വിസിൽ തന്നത് വേറെ ഏതോ കുക്കറിൻ്റെ വിസിലാണ്, ഇത് അടിക്കില്ല. ബ്യൂട്ടിഫുൾ, നോക്കിയേ. ഇനി നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഓൾ ദ വേ. റൈസ് കുക്കറിൻ്റെ പെർഫെക്റ്റ് അല്ലേ? അടിയിൽ മീൻ കാണുന്നവരെ പോട്ടെ. വാ വാ വോ, നോക്കിയേ, സൂപ്പറായിട്ട് വന്നിട്ടില്ലേ? ഫിഷ് കുക്കറിൻ്റെ പെർഫെക്റ്റ്. ലുക്ക് മീൻ. റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, where do we eat? On that table there, Sharon? Oh, which one do you want to eat it? Oh, anywhere. I'll eat out here, so. Good, good. Oh, yeah, no, outside, under the tree. Yeah. Some forks or slice? Broken down, aching,
Eat like queens. Avi, oh, relax. You are too much relaxing, brother. What do you mean who was out in the mud? Eh? Da നീ കഴിക്കുന്നില്ലേ? നീ കഴിക്കുന്നുണ്ടോ അല്ലേ? It's a smoked fish. Smoked fish and a gin. Oh, you smoked it here? Yeah. Oh, yeah. That looks mean. The smoky little kingfish on it. Over here is yum and good. It's alright. Food is a food, right? I know. Oh, It's a good start. that's a good start. So, Derek, you need to mix that little bit because you get the fish underneath. Okay. Yes, please. A little bit or a lot? Yeah, only one scoop. Yeah, now you found the fish. Oh, look at that. Yeah. Now you eat it with the fish and a little bit of rice. That's how much I will start. Yeah. So you get a little bit. Yeah, that's the one. Oh, it looks pretty good. Looks delicious, but don't yum. Come on, cut the crab, G. Cut the crab. Come on. I know you're gonna manja hara. After the lady. Yeah. But you've been out for a long time. Oh, it looks- here, right? Nice. Man. Our next guest is. How is the rice biryani? Oh, that's sensational. Good, eh? That is sensational. You eat. I'll eat that later. I'll eat the fish. How is it, Sherry? Something different? Fish and rice? Yeah, that's the one. Did you like that combination of that rice and fish together? It's really good. Something different you tasted? Oh, yeah. No, we had the. It's not overdone. It's got beautiful flavour. Let me eat the smoked fish. So nice. The smoked fish is just melting in your mouth there. So soft. This smoked fish is eh? Oh, ഭയങ്കര soft. ഇതൊക്കെ ചെയ്യും. Soft, eh? Nice flavor. Maruka. Nice smoke. I'm so glad that you finished the whole rice and a curry. The biryani. Yeah, it's nice. Very simple, not too much spices, just a little bit of a garam masala and a turmeric. That's it. That's nice. Tomatoes and green chilies. This is not too spicy for you, why? No, it's perfect. Really good. For the main course. Fish biryani. When you going to have that? Oh, I have one. Did you try some, Joseph? Yeah. Strung out in the heartland long. വെണ്ണില ചന്ദനക്കിണ്ണം പൊന്നമടക്കായലിൽ വീണ് കുഞ്ഞിളം കയ്യൽ മെല്ലെ കോരിയെടുക്കാൻ വാ കണ്ട മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പോവാണ് കേട്ടോ. അപ്പച്ചൻ്റെ അവിടെ നിന്ന് രാവിലെ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. നല്ല സൂപ്പർ കാം ആൻഡ് ക്വയറ്റ് വെതർ, ബ്യൂട്ടിഫുൾ. ഇനി നേരെ ഫിഷിങ്. നമ്മൾ വീണ്ടും മരീനയിൽ വന്നതാട്ടാ ഗാരി അപ്പച്ചനെ പിക്ക് ചെയ്യാനായിട്ട്. മോർണിംഗ് ഗാരി, ഹൗ ആർ യു? ലാസ്റ്റ് ട്രിപ്പ് വാസ് ഗുഡ്. Yeah. Did you see the video? Yeah. Did you? You like it? Well done. Yeah. Oh, look at the fish there.
ഫിഷ് എവരിവെയർ. നമ്മൾ ഇന്നലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഗ്യാരിനെ പിക്ക് ചെയ്തു, തിരിച്ചിവിടെത്തി. ഇനി ഫിഷിങ് കിട്ടാം. അപ്പൊ ആദ്യം കുറച്ച് ലൈവീസിനെ പിടിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിടിച്ചിട്ട് ഹോൾ ഇൻ ദ റോക്കിൽ പോയിട്ട് നമുക്ക് കിങ്ങിനെ പിടിക്കാം. ഓ ഗുഡ് വൺസ്, ദാറ്റ്സ് ഗുഡ് സൈസ്. ദാറ്റ്സ് എ ഗുഡ് വൺ. Oh, good one, Levine. Beautiful. എനിക്കൊരു ഗേർനാട്ടിനെ കിട്ടിട്ടോ. Can you show me the fish please? കണ്ടാ, ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാനൊരു ഗേർനാട്ടിനെ പിടിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ ടു see that. Looks like a flying fish. It's called gurnard. Gurnard എന്ന് പറഞ്ഞിട്ടുള്ള മീനാട്ടാ. Tastes so good. Fish and chips, best fish. Beautiful. Tastes similar to blue cod. Yeah, so good fish. Put them in the live bait tank, eh? Yeah, keep them alive. ഇഷ്ടം പോലെ ലൈവ് ആയിട്ടാ, ആവശ്യത്തിലധികമായിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. നമ്മൾ സ്പോട്ടിലെത്തിയിട്ടാ. ഈ സ്ഥലത്തിനെ പറയണ പേര് ബേ ഓഫ് ഐലൻഡ്സ് എന്നാണ്. ഹൗ മെനി ഐലൻഡ്സ് ആർ ഹിയർ? 127 ഡെറിക്. 140. 140, 140 ഐലൻഡുകൾ, ചെറിയ ചെറിയ ദ്വീപുകൾ ചേർന്നിട്ടുള്ള സ്ഥലമാണ്. ഓ ഗന്നറ്റ്സ്, നിറച്ച് ഗന്നറ്റ്സ് ഉള്ള ഒരു ചെറിയൊരു പാറയൊക്കെ കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ന്യൂസിലാൻഡിലേക്ക് വരുന്ന ആളുകൾ ഇവിടെ ടൂറിസം പോലെ വന്ന് കണ്ടുപോകുന്ന സ്ഥലമാണ് കേട്ടോ. അനദർ പ്ലേസ് കോൾഡ് ഹോൾ ഇൻ ദ റോക്ക്. Yeah. വൺ ഓഫ് ദ ഫേമസ് സ്ഥലമാണ് ഹോൾ ഇൻ ദ റോക്ക്. ഒരു റോക്കിന്റെ ഉള്ളൊരു ഹോൾ, അതിൻ്റെ കൂടെ ബോട്ട് പോവും. നല്ല രസം. നമുക്ക് പറ്റുകയാണെങ്കിൽ നോക്കി നോക്കട്ടാ. ഗന്നറ്റ്സ് കാണാൻ നല്ല രസമുണ്ട്. നിറച്ച് ട്രാവലി ഉണ്ട് ഇവിടെ, ഫുൾ ട്രാവലി. നിങ്ങൾ വന്നപ്പോ നിറച്ച് ട്രാവലി ഉണ്ടായിരുന്നു. Which way do you want to go, Gary? നിറച്ച് മീൻ. ലുക്സ് നൈസ്. Go right round. മാത്രല്ല ഇന്ന് വെതർ നല്ല കാമാട്ടാ. ഫ്ലാറ്റ് ആണ് ഇവിടെ, ഫ്ലാറ്റ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സീകളാണ്, മുകളിലിരിക്കുന്നതാണ് ഗന്നറ്റ്. There's a seal there. A seal? ആ ഒരു സീല് കിടന്നുറങ്ങുന്നുണ്ട് സിമ്പിളായിട്ട്. സ്ലീപ്പിംഗ് there. ഈ റോക്കിന്റെ പേര് ബേഡ് റോക്ക് എന്നാണ് കേട്ടാ. മുകളിൽ ഗന്നറ്റ്സ് ഇരുന്ന് ചിറകൊക്കെ ഇങ്ങനെ പൊളിക്കുന്നുണ്ട്. There's another one there. There's other one on the left. There's a bigger one. Can we catch him? Yeah, catch and cook. Getting some suntan, the fella. നിറച്ചിട്ടാ വെള്ളിയാട്ടോ. നോക്കി എന്ത് രസം. നോക്കി കടല് ബ്ലൂ. ഇന്ന് കുറേ ആൾക്കാർ ഇവിടെ മീൻ പിടിക്കാണ്ട് കേട്ടാ. അതുപോലെ ഒരു 8 ബോട്ട് ഉണ്ടാവും ഇവിടെ ചുറ്റും. പല പല ബാച്ചായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ട്രാവേലി കൂട്ടങ്ങളുണ്ട്, നമ്മുടെ വറ്റക്കൂട്ടങ്ങൾ. ഇതേ സെൻറ്ററിൽ പാറ കണ്ട, ഈ ഇടത്തെ സൈഡിലെ പാറ കണ്ട, ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഹോൾ ഇൻ ദ റോക്ക്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണത്. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വന്നു കേട്ടാ. ഇതാണ് മറ്റേ ഹോൾ ഇൻ ദ റോക്ക് വരുന്ന സ്ഥലം. അതിൻ്റെ മുകളിൽ ചെറിയൊരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. നല്ല രസം കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട്. നമ്മുടെ ലൈൻസ് ഇട്ടിട്ടുണ്ട്, നിറച്ച് ഡോൾഫിൻസ് ചാടുന്നുണ്ട്. ഇതേ പോണു കണ്ടാ. ഓ കണ്ട നല്ല വലുതാ കണ്ട. ഓ ഈ പറയണ നല്ല രസം ഉണ്ടല്ലോടാ. ഇതിൻ്റെ അപ്പുറത്ത് കണ്ട, അതാണ് ഹോൾ ഇൻ ദ റോക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സീല് കിടന്ന് ഉറങ്ങുന്നുണ്ടോ. നല്ല അടിപൊളി. നമ്മുടെ കൽഹോന, എന്താ എൻ്റെ പേര്, കഹോന പ്യാർ ഹേ സിനിമയുടെ സെറ്റ് പോലെ ഉണ്ടല്ലോടാ. ഫ്രണ്ടിലൊരു നല്ല ബ്ലൂ ഇത് വരുന്നുണ്ട്. അവർ ട്യൂണയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുമെന്നാണ്. ഒരു ബോട്ട് കണ്ട, കിടുക്കം ബോട്ട്, നല്ല കളർ. Catch the dolphins then. ഒരു ആനയുടെ പോലെ ഇല്ലേ ഇങ്ങനെ നിൽക്കണ കാണുമ്പോ കണ്ട, ശരിക്കും അല്ലടാ ഒരു ആനയുടെ പോലെ ഉണ്ട് അല്ലേ. ഇതാണ് ആ ഹോള് കണ്ട, ഹോൾ ഇൻ ദ റോക്ക്. ആനയുടെ 2 കൈയും കാലൊക്കെ പോലെ തന്നെ ഉണ്ട് കേട്ടാ. പിന്നെ മുകളിൽ ശരിക്കും പരവതാനി വിരിച്ച പോലെ പുല്ലൊക്കെ കണ്ട. നിറച്ച് മീനുണ്ട് കേട്ടോ അടിയിൽ കണ്ട. സൗണ്ടറിൻ്റെ അകത്ത് കണ്ട നിറച്ച് മീനുണ്ട്. ഹീപ്സ് ഓഫ് ട്രവലീസ്. തോരണ്ടാവും കോടിക്കണക്കിന് മീൻ കാണണ്ട നിങ്ങൾക്ക്. നിറച്ച് മീൻ ഇത് കണ്ട മ്യാമ്യോ. ഗാരിയപ്പച്ചൻ ചാടാൻ പോവാണ് കേട്ടാ. നമ്മളൊരു ഗോപ്രോ ശരിയാക്കി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ട്. പുള്ളി സ്പിയർ ഫിഷ് ചെയ്യാൻ പോവാണ്. Right on the hot spot.
അപ്പച്ചൻ കുറച്ച് കീന കൊണ്ടുവരുന്നുണ്ട് കീന സം കീനസ് നൈസ് കീനസ് ലുക്ക് ലഞ്ച് ടൈം ബ്യൂട്ടിഫുൾ കണ്ട വി ക്യാൻ ഈറ്റ് സം കീനസ് ഇതൊക്കെ നമ്മുടെ കീനാട്ടാ കീന എങ്ങനെയുണ്ട് നോക്കാം നല്ല മഞ്ഞുണ്ടെങ്കിൽ നല്ലതായിരിക്കേ കത്തി ഇറക്കണു പിന്നെ സ്പ്ലിറ്റ് കണ്ട ഓ നത്തിങ് ഇത് കണ്ട ഇത്തിരി ഉള്ളൂ ഇതാണ് അതിൻ്റെ മുട്ട അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഉണുവോ കുറച്ചുണ്ട് കുറച്ച് ഈ സാധനമാണ് തിന്നുക നല്ല മധുരമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ് നൈസ് തോ ഓ നല്ല രസമുണ്ട് നല്ല സീസണിലാണെന്ന് വെച്ചെങ്കിൽ ഇത് നമുക്ക് നല്ല മഞ്ഞ കളറിൽ കിട്ടും നമുക്ക് 1 മണി പൊളിച്ച് നോക്കാം ഇത് കുറച്ചുണ്ട് ഇതിൻ്റെ കുറച്ചും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടാ Oh, that one's better. Yeah, that's better. Beautiful. Move over this side so Gary can get in. Hey, Gary, there's a big school on that point over there. I just wonder whether we should drop you there for a look. What do you think? There's lots of snapper. There's lots of snapper everywhere. അടിപൊളി എനിക്ക് വെതർ സന്തോഷം പകുതിയിലധികം സന്തോഷം നീ അവിടെ കടന്നു Marco came around. Wasn't that big, but man, they got a fat tail, haven't they? ടൂറിസ്റ്റ് ഫെറി വന്ന് പോകണ്ട ഹോൾ ഇൻ ദ റോക്ക് കണ്ടിട്ട് നമ്മൾ ഈ റോക്കിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പോവാട്ടാ ഒരു മീനും കിട്ടിയിട്ടില്ല നട്ടുച്ചയായി 1:30 നല്ല തണുപ്പ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഓ എക്കോ ഐ ക്യാൻ സീ ഈസ് ജമ്പിങ് നമ്മൾ നിർത്തിയിട്ട് പോവാണ് കേട്ടോ ഇന്ന് ശോകാണ് ഒരുപാട് നേരം ഇവിടെ ഫിഷ് ചെയ്തു ഒരു രക്ഷയില്ല ഓൾമോസ്റ്റ് ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മണിയായി വലിയൊരു ഫ്ലൈറ്റ് നല്ല രസമായി ഇടയിൽ കൂടെ പോണ് കാണാൻ കേട്ടാ ഫ്ലൈറ്റ് അതിന് മുകളിൽ ഇടിക്കണ പോലെ വരണ കേട്ടാ അതിൻ്റെ അപ്പുറത്ത് കൂടെ പോയേ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ മുകളിൽ ഇടിക്കണമെന്ന പോലെ തോന്നും Big kahawai too. Kahawai king koda. Anna, net. Oh, that's a good kahawai. Finally, I got a kahawai. Finally, kahawai king koda kahawai. Hey. അപ്പോൾ ഇന്നത്തെ ക്യാച്ചിട്ട് നമുക്ക് കിങ്ങി കിട്ടിയില്ല എല്ലാം കൂടി 10-20 മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് സ്നാപ്പർ കുറച്ച് ബ്ലൂ മ്യാമ്യാവ് കുറച്ച് കഹാവായി കുറച്ച് ട്രവേളി എല്ലാം കണ്ട സോ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് കാട്ടുകുതിരേനെ അടിക്കാൻ വരാം വലിയ കാര്യമായിട്ടില്ല നമ്മൾ തിരിച്ചു പോകണേ വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല അടുത്ത തവണ പറിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ അവിടെ ഇനി വരുമ്പോൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു ഈ സൈഡിലേക്ക് ഭയങ്കര കുറവാണ് ഹോളിൻ്റെ റോക്ക് മാത്രമേ ഉള്ളൂ റോക്കിൻ്റെ ഉള്ള ഓട്ട മീനില്ല കാര്യമായിട്ട് പ്രത്യേകിച്ച് കിങ്ങിയില്ല ഓക്കെ അപ്പോൾ അടുത്ത തവണ കാണാൻ മതിയായിരിക്കും ബൈ ഫോർ ബൈ